പി.വി. അൻവറിനോടുള്ള എതിർപ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചിരിക്കുകയാണ് കെ. സുധാകരൻ. പി.വി. അൻവറിനോട് മതിപ്പും എതിർപ്പുമില്ലെന്നും അനുകൂലിക്കേണ്ട സ്ഥിതിയിൽ അല്ല അൻവർ ഉള്ളതെന്നും കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ തുറന്നു പറഞ്ഞു. നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ആര് എന്നതടക്കം UDF ചർച്ച ചെയ്യും. നിലമ്പൂരിൽ ജോയ് മത്സരിക്കട്ടെ എന്ന് അൻവർ പറഞ്ഞതിൽ ദുഷ്ടലാക്കുണ്ടെന്ന് കെ. സുധാകരൻ കുറ്റപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴുള്ളത് സ്വാഭാവികമായ സാഹചര്യമാണ്. അതിനെ തന്ത്രപരമായി കൈകാര്യം ചെയ്യും. അൻവറിന്റെ നിർദ്ദേശം തള്ളാനും കൊള്ളാനുമില്ല. അൻവറിൻ്റേത് അൻവറിന്റെ മാത്രം അഭിപ്രായമാണ്. അൻവറിന് എതിരും അനുകൂലവും അല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആര്യാടൻ ഷൗക്കത്തിനെയും DCC പ്രസിഡന്റ് ജോയിയെയും എതിർചേരിയിലാക്കി കോൺഗ്രസിൽ ഭിന്നതയുണ്ടാക്കാനാണ് അൻവറിന്റെ നീക്കം. നിലമ്പൂർ ഇനി തിരികെ ലഭിക്കില്ലെന്ന് അൻവറിനറിയാം. UDFൽ കയറി പറ്റിയാൽ പാലക്കാട്ടെ ഒരു മണ്ഡലം ലക്ഷ്യമിട്ട് നീങ്ങാനാണ് അൻവർ ആലോചിക്കുന്നത്. രാജ്യസഭാ സീറ്റ് ലഭിക്കുമെന്ന പ്രചാരണമുണ്ടെങ്കിലും യാതൊരു ഉറപ്പും ലഭിച്ചില്ലെന്നാണ് സൂചന. ഇന്ത്യ മുന്നണിയുടെ പേരിൽ UDFൽ പ്രവേശിക്കാമെന്നാണ് അൻവർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കോൺഗ്രസിൽ കെ. സുധാകരനും രമേശ് ചെന്നിത്തലയ്ക്കുമുള്ള താല്പര്യം VD സതീശനില്ല എന്നതാണ് വാസ്തവം. തൃണമൂലിനെ കേരളത്തിൽ സജീവമാക്കാൻ ആദ്യഘട്ടത്തിൽ നേതാക്കളെയും പിന്നീട് മമതയെയും പങ്കെടുപ്പിച്ച് റാലികളാണ് അൻവർ ലക്ഷ്യമിടുന്നത്. തൃണമൂൽ ഒരു ഇടക്കാല താവളമാണെന്ന ചർച്ചയും അൻവർ ക്യാമ്പിലുണ്ട്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയ സാഹചര്യം മാറുമെന്നും CPMനെ തോൽപ്പിക്കാൻ എല്ലാ വഴികളും UDF തേടുമെന്നും വാതിൽ തുറക്കുമെന്നും അൻവർ കരുതുന്നുവെന്നും അപ്പോൾ ലീഗിന്റെ പിന്തുണ കിട്ടുമെന്നും അൻവർ കരുതുന്നുണ്ട് എന്നിങ്ങനെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. MLA സ്ഥാനം രാജിവെച്ച് നിലമ്പൂരിൽ UDFന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചില്ലെങ്കിലും PV അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ തിടുക്കത്തിൽ തീരുമാനം വേണ്ട എന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം. CPMനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചെങ്കിലും മറുപടി നൽകാതെ അൻവറിനെ അവഗണിച്ചു പോകാനാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നത്. തൃണമൂൽ വഴി UDF പ്രവേശനമാണ് അൻവറിന്റെ ആഗ്രഹം. ഇതിന്റെ ഭാഗമായാണ് താൻ LDFന്റെ ഭാഗമായിരിക്കെ രൂക്ഷ ഭാഷയിൽ വിമർശിക്കുകയും അഴിമതി ആരോപണമടക്കം ഉന്നയിക്കുകയും ചെയ്തതും VD സതീശനോടും മാപ്പു പറഞ്ഞതും. നിലമ്പൂരിൽ മത്സരിക്കില്ലെന്നും UDFന് നിരുപാധിക പിന്തുണ നൽകുമെന്നും പ്രഖ്യാപിച്ചു. അൻവർ ഒരുപാട് അയഞ്ഞെങ്കിലും മുന്നണിയിലെടുക്കാൻ ഇനിയും ഏറെ കാത്തിരിക്കേണ്ടി വരും. പ്രധാന കാരണം PV അൻവറിന്റെ ശൈലിയും തീരുമാനങ്ങളും തന്നെയാണ്. നിലവിൽ വരുതിയിലേക്ക് വരുമെന്ന സൂചന നൽകുമ്പോഴും നാളെ എന്തായിരിക്കും സ്ഥിതി എന്നതിൽ കോൺഗ്രസിന്റെ ആശങ്ക ഇതുവരെ മാറിയിട്ടുമില്ല. പോകുന്ന പോക്കിൽ പാർട്ടിയിൽ പുതിയ തർക്കത്തിന് തുടക്കമിട്ട് നിലമ്പൂരിൽ UDFന്റെ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചുവെങ്കിലും ആ ഒരു കാര്യത്തിലും അമർഷമുണ്ട്. പക്ഷേ PV അൻവറിനോട് മൃദു സമീപനമുള്ള നേതാക്കൾ അതിൽ പ്രശ്നം കാണുന്നുമില്ല. ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനം വന്നതിന് ശേഷം മതി അൻവർ വിഷയത്തിൽ തീരുമാനമെന്ന നിലയ്ക്കാണ് കോൺഗ്രസിലെ നീക്കങ്ങളൊക്കെ നടക്കുന്നത്. നിലമ്പൂർ വിടുമെന്ന് പറയുമ്പോഴും UDFലെത്തി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തവനൂർ അടക്കമുള്ള മറ്റു സീറ്റുകളിൽ അൻവറിന് നോട്ടമുണ്ട്. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ CPMലെ ഉന്നതർ ആവശ്യപ്പെട്ട വെളിപ്പെടുത്തൽ ചർച്ചയാകുന്നുണ്ടെങ്കിലും നേതൃത്വം അവഗണിച്ചു വിടുകയാണ്. ഉപതിരഞ്ഞെടുപ്പ് വന്നാൽ നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നോക്കി പുതിയ അടവ് നയത്തിനുള്ള ആലോചന CPMലുമുണ്ട്.